Hi guys, welcome back to the channel Sajir Bike Vlogs. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എസ്റ്റേറ്റ് മുക്കിലാണ്. എസ്റ്റേറ്റ് മുക്കിൽ പെർഫെക്റ്റ് യൂസർ ബൈക്സിന്റെ മുന്നിലുള്ളത്. ഇവിടെ റംസാൻ സ്പെഷ്യൽ ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷമാണ് ഇവിടുത്തെ വീഡിയോ ചെയ്യുന്നത്. മൊത്തത്തിലൊരു ബ്രേക്ക് എടുത്തിരുന്നു, പക്ഷെങ്കിൽ ഇവിടുത്തെ വീഡിയോ ഓൾമോസ്റ്റ് 1 മന്തിന് മുകളിലായി നമ്മൾ ചെയ്തിട്ട്. പുതിയ ഒരുപാട് സ്റ്റോക്കുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്, എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്കൗട്ട് ചെയ്താലോ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കയറി ചെക്കൗട്ട് ചെയ്യാം. കമോൺ. ഓക്കെ ഗൈസ്, നമ്മളെ പെർഫെക്റ്റ് യൂസർ ബൈസിലുള്ള ബൈക്കിന്റെ കളക്ഷൻസ് ആണ്. അതുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ തന്നെ തുടങ്ങാം. പ്രോ എങ്ങനെ ഏതാ? 2017 മോഡൽ ബജാജിന്റെ V15. ഓക്കെ, എങ്ങനെയാണ് ബാക്കി ഡീറ്റെയിൽ ഇതിന്റെ? ഇത് 27 രൂപ. 27 ആസ്കിങ് അല്ലേ? കിലോമീറ്റർ ഒക്കെ? കിലോമീറ്റർ 32,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ടയർ രണ്ട് പുതിയാണ്. ടയർസിലേക്ക് വരികയാണ്, അത്യാവശ്യം പുതിയ ടയർ തന്നെയാണ്. പുതിയ ഫ്രണ്ടും ബാക്കും പുതിയതാണ്. ഫ്രണ്ടും ബാക്കൊക്കെ പുതിയ ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. ബൈക്കിലേക്ക് നോക്കിയാൽ കാണാൻ പുതിയ ടയർ തന്നെയാണ്. ഓക്കെ, എത്രയാണ് ആസ്കിങ്? 27,000 ആസ്കിങ് റേറ്റ്. അടുത്തത് ഡിസ്കവർ 2013 മോഡലാണ്. 19 രൂപയാണ് ആസ്കിങ്. 2013 മോഡൽ 19 അല്ലേ? ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടിയാണ്. ഡിസ്ക് ബ്രേക്ക്, സെൽഫ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ബാക്ക് ടയർ പുതിയാണ്. ടയേഴ്സ് പുത്തൻ ടയേഴ്സ് കാര്യങ്ങളൊക്കെ. ഇൻഷുറൻസ് പുതിയാണ്. പുതിയ ഇൻഷുറാണ് അല്ലേ? പുതിയ ഇൻഷുറും കാര്യങ്ങളൊക്കെ വരുന്ന ഡിസ്കവർ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയും കൂടിയാണ്. 19,000 ചോദിക്കുന്നത് അല്ലേ? ആസ്കിങ് റേറ്റ് 19 ആണ്. അത്യാവശ്യം ഒരു നോക്കിയാൽ കാണാം, അത്യാവശ്യം ഒരു നീറ്റ് വണ്ടിയാണ്. ബാക്ക് പുതിയ ടയർ തന്നെ വരുന്നത് അല്ലേ? പുത്തൻ ടയറാണ് ബാക്കിൽ വരുന്നത്. ഓക്കെ, അടുത്തത് ഗ്ലാമർ 2018 മോഡൽ. 2018 ഗ്ലാമറാണ് നിങ്ങളിപ്പം കാണുന്നത്. ഓക്കെ, ഫ്രണ്ടിലേക്ക് ടയേഴ്സ് നോക്കുകയാണെങ്കിൽ പുതിയ ടയർ തന്നെയാണ്. ഫ്രണ്ട് ഭാഗം പുതിയ ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇത് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു ഗ്ലാമർ. ഓക്കെ, പിന്നെ അതെങ്ങനെയാണ് ആസ്കിങ് റേറ്റ്? ഇത് 45. 45 ആണ് ഇതിന്റെ ആസ്കിങ്. ഓക്കെ, 45 ആസ്കിങ് വരും. അടുത്തത് ഒരു ഗ്ലാമർ 2019 മോഡൽ. 2019 ഗ്ലാമർ ആണ് നിങ്ങൾ കാണുക. റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു മൈലേജ് ഇതൊക്കെ അത്യാവശ്യം മൈലേജ് ഉള്ളതും അതുപോലെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് ഈ ഗ്ലാമറൊക്കെ. പിന്നെ അങ്ങനെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 20 ഓടിയിട്ടുണ്ട്. 2019 സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നത്. ഓക്കെ, 53 ആണ് ഇതിന്റെ ആസ്കിംഗ് റേറ്റ്. പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ അല്ലേ? അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അടുത്തത് 2014 മോഡൽ. 2014 പാഷൻ പ്ലസ് അല്ല പ്രോ. പാഷൻ പ്രോ സെൽഫുള്ള വണ്ടിയാണ്. നല്ല സെൽഫ് കാര്യങ്ങളൊക്കെ ഉള്ള. അതും പറഞ്ഞാൽ നല്ലൊരു മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ്. ഇതും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ്. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കില്ല. ഇതൊക്കെ 23 ആണ് ആസ്കിങ്. ചെറിയ പ്രൈസിൽ അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ് കാണുന്നത്. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്, കുഴപ്പമില്ല. ടയേഴ്സും കാര്യമൊക്കെ അത്യാവശ്യമുള്ളതാണ്. ബാക്ക് ടയറിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളുണ്ട്. നോക്കിയാൽ കാണാം. ഓക്കെ, അടുത്തത് CT 100 2021 മോഡലാണ്. 21 മോഡലാണ്. അത്യാവശ്യം ഒരു നീറ്റാണ്. ഇവിടെ ചെറിയ സ്ക്രാച്ചസ് ഒഴിച്ചാൽ ബാക്കിയൊക്കെ നീറ്റാണ് വണ്ടി. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടി? 23 സംതിങ് അല്ലേ? 23 സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നത്. 2021 മോഡൽ 46 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. 46. ഓക്കെ, 46 ആണ് ഇതിന് ആസ്കിംഗ് റേറ്റ്. ഓക്കെ, ഇതിനൊക്കെ ഫിനാൻസ് കയറുമല്ലോ അല്ലേ? ഒരുവിധം എല്ലാത്തിനും. പിന്നെ മോഡൽ കുറഞ്ഞ 2016 താഴോട്ടുള്ള വാഹനങ്ങൾക്കാണ് ഫിനാൻസ് ഇല്ലാതെ. 16 മേലോട്ടുള്ള എല്ലാ വാഹനങ്ങളും ഫിനാൻസ് ചെയ്തു. 2016 മുകളോട്ടുള്ള എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് കയറുന്നതായിരിക്കും. അതിന് താഴേക്കുള്ളതാണ് നിങ്ങൾ ഫുൾ ക്യാഷ് ആയിട്ട് ചെയ്യേണ്ടി വരിക. ഓക്കെ, അടുത്തത് ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് 2018 മോഡലാണ്. 2018 27,000 കിലോമീറ്റർ ഓടിയ സ്റ്റാൻഡേർഡ് സിംഗിൾ ഓണർഷിപ്പ്. അത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. എങ്ങനെയാണ് ഇതിന്റെ ആസ്കിങ്? 110 ആണ് ഇതിന്റെ ആസ്കിങ്. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. ജസ്റ്റ് 20,000 റുപ്പീസ് ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഇറക്കാൻ പറ്റും. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. കുഴപ്പമില്ല.
ഓക്കെ, ഇതാണ് ഈ ഒരു വണ്ടിന്റെ ഡീറ്റെയിൽ. അടുത്തത് പ്ലാറ്റിന, മൈലേജ് കിങ് എന്നറിയപ്പെടുന്ന നമ്മളെ പ്ലാറ്റിന 2022 മോഡലാണ്. 22 പുതിയൊരു മോഡലാണ്. ജസ്റ്റ് 25,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇത് അത്യാവശ്യം ഒരു നീറ്റ് വണ്ടി, ലുക്ക് ഉണ്ട് അല്ലേ? അത്യാവശ്യം നല്ല, നിങ്ങൾക്ക് നോക്കിയാൽ 2022 അത്ര 1.5 വർഷത്തെ പഴക്കേ വണ്ടിക്കുള്ളൂ. അതെ, 1.5 വർഷത്തെ പഴക്കേ ഉള്ളൂ. അത്യാവശ്യം നല്ല ഒരു പുത്തൻ ലുക്കിലുള്ള ഒരു വണ്ടിയും കൂടിയാണത്. ബ്ലാക്കും ഗോൾഡൻ ഇതൊക്കെ ആയിട്ട് വരുന്ന അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല. എങ്ങനെയാണ് ഇതിന്റെ ആസ്കിങ്? 58 ആണ് ഇതിന് ആസ്കിങ് റേറ്റ്. പ്രൈസ് ഇതിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തത് പൾസർ 2021 മോഡൽ. 21 മോഡൽ ABS വരുന്ന ടൈപ്പ്. ABS വരുന്നതാണ് അല്ലേ? ഓക്കെ, 2021 ABS വരുന്ന മോഡൽ പൾസർ. കിലോമീറ്റർ 42,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 42,000 കിലോമീറ്റർ ഓടിയ പൾസർ. എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ്? 75 അല്ലേ? 75 ആണ് ഇതിന്റെ ആസ്കിങ്. ഭാഗത്തേക്ക് നോക്കാൻ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി. ടയറൊക്കെ പുതിയ ടയറാണല്ലേ? ബേക്ക് ടയറൊക്കെ പുത്തൻ ടയറാണ്. നോക്കിയാൽ കാണാം, പുത്തൻ ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഭാഗത്തുള്ള ലാസ്റ്റ് യൂണിക്കോൺ 2021 മോഡലാണ്. 21 മോണോ സസ്പെൻഷൻ വരുന്ന ടൈപ്പ് FI വരുന്ന വണ്ടിയാണ്. ABS ഒക്കെ ഉള്ള അല്ലേ? ബ്ലാക്കിന് അപേക്ഷിച്ച് ഒരു വെറൈറ്റി മാറ്റിക് കളിച്ച് അങ്ങനെ വണ്ടി അങ്ങനെ കുറച്ചേ ഇറങ്ങിയുള്ളൂ കളറില്. ഇതിനെ കുറിച്ച് എത്ര മോഡൽ പറഞ്ഞ? 2021 18,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. 18 സംതിങ് ഓടിയ കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ അല്ലേ? ഓക്കെ, എങ്ങനെയാണ് പ്രൈസ് ആസ്കിങ്? ഇത് 1,05,000. 1,5 ആണ് ഇതിന്റെ ആസ്കിങ് പ്രൈസ്. ഭയങ്കര മാർക്കറ്റുള്ള വാഹനമാണ് യൂണിക്കോൺ. നല്ല എൻക്വയറീസ് ഉള്ള അത്യാവശ്യം മൈലേജ് എക്സിക്യൂട്ടീവ് വണ്ടി കൂടിയാണ്. എക്സിക്യൂട്ടീവ് വണ്ടി കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് മറ്റൊരു വണ്ടി, ഒരു ഓൾമോസ്റ്റ് ഒരു പുത്തൻ ലുക്ക് തന്നെ ഉള്ളത് വണ്ടി. ടയേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ ആണ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മളെ പുതിയ സ്റ്റോക്കുകൾ അല്ലേ? ഓൾമോസ്റ്റ് ഇനിയിപ്പോ എന്തായാലും ഒരു 10 ദിവസം കൊണ്ടൊക്കെ ഫുള്ള് വണ്ടികൾ ഫില്ലാവും അല്ലേ? 10 ദിവസം കൊണ്ട് പുതിയ വണ്ടികളൊക്കെ ഫില്ലാവും. പെരുന്നാളിന്റെ സമയത്ത് അടുപ്പിച്ച് നമ്മൾ വണ്ടി ഫില്ലാവും. ഇനി ഒരുപാട് സ്റ്റോക്കുകൾ എത്താനുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ വണ്ടികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അവരെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോ ഗായ്സ്, ഇത്രയാണ് പെർഫെക്റ്റ് യൂസർ ബൈക്സിലുള്ള ഏറ്റവും പുതിയ കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവരെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് വേണമെങ്കിൽ പിൻ ചെയ്തും വെക്കുക. കമന്റ് ബോക്സിൽ ഫസ്റ്റ് പിൻ ചെയ്തും വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൊക്കേഷൻ കാര്യങ്ങൾ 2 വട്ടം നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് ജില്ലയാണ് കറക്റ്റ് വരുന്നത്. കോഴിക്കോട് ജില്ലയിൽ എസ്റ്റേറ്റ് മുക്കാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. പിന്നെ പെർഫെക്റ്റ് യൂസ്ഡ് ബൈക്സ് നമ്മൾ ഫസ്റ്റ് ഇൻട്രോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഏതായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം സജീവ്.